എൻ്റെ അച്ഛൻ്റെ തന്നെ ഒരു സിനിമയിലെ പാട്ട്, ഈ വിവാഹിത എന്നുള്ള സിനിമ. വിവാഹിത എന്നുള്ള സിനിമയിലെ ഏറ്റവും പ്രധാനപ്പെട്ട പാട്ടെന്ന് ചോദിച്ചാൽ സുമംഗലി നീ ഓർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം എന്നുള്ളത്. അതിനകത്ത് സുമംഗലി എന്നുള്ളൊരൊറ്റ പ്രയോഗത്തിൽ ആ കഥയെല്ലാം ഉണ്ട്. വിവാഹിത എന്നാണ് പടത്തിൻ്റെ പേര്. അവൾ വിവാഹിതയാണ്, പത്മിനിയാണ് അഭിനയിക്കുന്നത്. ഹിന്ദിയിലുള്ള ഗുംഗ എന്ന് പറയുന്ന പടമാണ്. പത്മിനിയാണ് കഥാനായിക, സത്യനാണ് ഭർത്താവ്. ഏതൊരു കാരണവശാൽ എവിടെയോ താമസിക്കുമ്പോൾ പിന്നെ പ്രേം നസീർ എന്ന് പറയുന്ന പേരൊക്കെ മറന്നു, അദ്ദേഹത്തെ കാണുന്നു, പരിചയപ്പെടുന്നു. അവർ തങ്ങളിൽ അവിഹിതമായിട്ടുള്ള ഒരു താല്പര്യം അല്ലെങ്കിൽ ഒരു അട്രാക്ഷൻ ഉണ്ടാകുന്നു. കുറേ ദിവസങ്ങൾ പോകുന്നു, ഭർത്താവിന് ഇതെല്ലാം അറിയാം. അവിടുന്ന് അയാൾ പിടിച്ചുകൊണ്ട് പോവാണ്. അങ്ങനെ പിടിച്ചുകൊണ്ട് പോകുന്ന സമയത്ത് കാമുകൻ ദൂരെ നിന്ന് പാടുന്ന പാട്ടാണ്. ഇവരുടെ കാറിങ്ങനെ പോകുമ്പോൾ സുമംഗലിയാണല്ലോ അവൾ. സുമംഗലി അല്ലെങ്കിൽ പിന്നെ കഥയില്ലല്ലോ. അവൾ അവിവാഹിതയാണെങ്കിൽ പ്രശ്നമൊന്നുമില്ല. സുമംഗലി നീ ഓർമ്മിക്കുമോ സ്വപ്നത്തിലെങ്കിലും ഈ ഗാനം. എന്താണ്? നിറഞ്ഞ മാറലെ ആദ്യ നക്ഷത്രം മറയ്ക്കുവാനേ കഴിയൂ, നിനക്ക് വേറെ ഒന്നും സാധിക്കുകയില്ല എന്നാണ്. അപ്പോൾ ഈ സുമംഗലി എന്നുള്ള ഒരൊറ്റ വാക്കിൽ ആ കഥയുടെ ടെൻഷൻ മുഴുവൻ കൊടുക്കാൻ സാധിക്കും. അതുപോലെ ഈ ഓരോ വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്, സംബോധനകൾ ഉപയോഗിക്കുന്ന കാര്യത്തിലും വയലാർ ഗാനങ്ങൾ വളരെ അദ്വിതീയമാണ്. ഇപ്പോൾ പറഞ്ഞാൽ സന്യാസിനി എന്ന് പറഞ്ഞില്ലേ, അങ്ങനെ ഒരുപാട് മധുമതേ, മൃണാളിനി, ഒരുപാട് പാട്ടുകളിൽ ഈ പറഞ്ഞതുപോലെ ഒരൊറ്റ സംബോധന കൊണ്ട് തന്നെ ആ കക്ഷി ആരാണെന്ന് നമുക്ക് മനസ്സിലാവും. മൃണാളിനി എന്നൊക്കെയുള്ള വാക്ക് ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുകയോ കോളേജിൽ പഠിക്കുകയോ പഠിച്ചു. എന്താണ് ഈ മൃണാളം, എന്താണ് മൃണാളിനി? നിങ്ങൾക്കറിയാവുന്നതാണ് എൻ്റെ വിശ്വാസം. മൃണാളിനിമാരാരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ പേരിൻ്റെ അർത്ഥവും കൂടി നിങ്ങൾ മനസ്സിലാക്കണം. സ്ത്രീകൾ പൊതുവേ ലോലഗാത്രരാണെന്നാണ് കവികളുടെ ഒരു സങ്കല്പം. അല്ലാത്തവരും ഉണ്ടാവും കേട്ടോ. അപ്പോൾ ലോലഗാത്രരാണെങ്കിലും മൃണാളം എന്ന് പറഞ്ഞാൽ താമര തണ്ടിൻ്റെ അകത്തുള്ള നൂലാണ്, താമര നൂലാണ് മൃണാളം. അപ്പോൾ മൃണാളിനി എന്ന് പറഞ്ഞാൽ താമര തണ്ടിനകത്തിരിക്കുന്ന നൂല് പോലെ ലോലയാണ് മൃണാളം. ഞാൻ പിന്നെ ഒരു പാട്ടിനകത്ത് മോഷ്ടിച്ചിട്ടുണ്ട് കേട്ടോ, താമര നൂല് പോൽ പൊഴിയും നിലാവിലും യദുകുല കാമ്പോജി ആയിരിക്കും എന്നൊക്കെ പറഞ്ഞ് അന്ന് പഠിച്ച മൃണാളമാണ് പിന്നെ എന്നെ ആവേശിച്ചത് ഈ പാട്ട് എഴുതുമ്പോൾ കേട്ടോ. അപ്പോൾ ഈ വയലാറിൽ നിന്ന് എത്ര പദങ്ങളാണ് നമ്മളൊക്കെ പഠിച്ചത്, അന്നത്തെ തലമുറ പഠിച്ചത്. ഉദാഹരണത്തിന് മന്ദസമീരനിൽ ഒഴുകി വരും ഇന്ദ്രചാപം നീ, പിന്നെ അടുത്ത വരിയിൽ ഇന്ദുഗോപം നീ. അത് നമ്മൾ പഠിക്കുന്ന കാലത്ത് ഇന്ദുഗോപം എന്താണെന്ന് നമുക്ക് ആർക്കും മനസ്സിലായില്ല. പിന്നെ കിഷറിയൊക്കെ നോക്കുമ്പോഴാണ് ഇന്ദുഗോപം എന്ന് പറഞ്ഞാൽ എന്തെങ്കിലും അറിയോ? ഇവിടെ പാടുന്നവരൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങളൊക്കെ പാടിയിട്ടുണ്ടല്ലോ, ഇന്ദുഗോപം നീ. എന്താണ് ഇന്ദുഗോപം? ഇന്ദുഗോപം എന്ന് പാടുന്നവരുണ്ട് കേട്ടോ. ഇന്ദുഗോപം എന്ന് പറഞ്ഞാൽ ഭിന്നാമിനങ്ങെന്നാണ് അർത്ഥം, ഇന്ദുഗോപം. അങ്ങനെ. പക്ഷേ ഇപ്പോൾ നമ്മൾ ഏതെങ്കിലും പാട്ട് എഴുതാൻ പോയിട്ട് ഇന്ദുഗോപം എന്നൊക്കെ എഴുതിയാൽ നമ്മളെ പിടിച്ച ഉളമ്പറ കൊണ്ടിടും പ്രൊഡ്യൂസർ. ഇതൊക്കെ എന്തോ പ്രശ്നമാണ് കേട്ടോ, ഇന്ദുഗോപം എന്നൊക്കെ എഴുതി വെച്ചിരിക്കുന്നത് പറയും. ഞാൻ മൃഗതൃഷ്ണ എന്നൊരു വാക്ക് എഴുതിയിട്ട് തന്നെ ഒരു പ്രൊഡ്യൂസർ ഏതാണ്ട് ബോധം കിട്ടും, മനസ്സിലായില്ലെന്നാണ്. ഞങ്ങളുടെ മൃഗതൃഷ്ണ, അങ്ങനെ ഞങ്ങളുടെ പടത്തിൽ മൃഗങ്ങളില്ലല്ലോ എന്നാണ് അദ്ദേഹം പറയുന്നത്. പിന്നെ എന്തിൻ്റെ മൃഗതൃഷ്ണ? ഇത് യഥാർത്ഥ സംഭവമാണ്. ഞാൻ വെറുതെ നിങ്ങൾക്ക് ഒരു വളി പഠിക്കാൻ വേണ്ടി അടിച്ചതല്ല. യഥാർത്ഥത്തിൽ ആ പ്രൊഡ്യൂസർക്ക് മനസ്സിലായില്ല. സാറിനെ പോലൊരു റൈറ്റർ എങ്ങനെ മൃഗങ്ങളില്ലാത്ത ഞങ്ങളുടെ സിനിമയിൽ മൃഗതൃഷ്ണ എന്നുള്ള വാക്ക് എന്തിനുപയോഗിച്ചു? അതറിയാനായിട്ട് അത് എറണാകുളത്ത് നിന്ന് തിരൂർ വരെ വന്നു. ഞാൻ തിരൂരുള്ളപ്പോഴേ പാട്ട് എന്ന് പറഞ്ഞ പോലെ ഇന്ദുഗോപം എന്നൊക്കെ ഇപ്പോഴത്തെ സിനിമയിൽ എങ്ങനെ എഴുതാമെങ്കിൽ നമ്മളെ മിക്കവാറും പിന്നെ ഏതെങ്കിലും മാനസിക രോഗ ആശുപത്രിയിൽ പിടിച്ചിടാൻ തന്നെ വഴി. ഏതായാലും വയലാർ നമുക്ക് മലയാള ഭാഷയിൽ ഒരുപാട് പദങ്ങളൊക്കെ ഉണ്ട്. ഇനി പറയേണ്ടത് എന്താണെന്ന് വെച്ചാൽ, ഈ അധിക സമയമില്ല, വയലാറിൻ്റെ ഗാനങ്ങളുടെ ഇന്ന് പാട്ടുകൾ കേൾക്കുമ്പോൾ ഒരു വലിയ സവിശേഷത എന്തെന്ന് ചോദിച്ചാൽ, ആ പാട്ടുകളുടെ ഒരു ഓർഗാനിക് ഗ്രോത്താണ്, ഒരു ജൈവികമായ വളർച്ച ഈ പാട്ടുകളിലുണ്ട്. അതാണ് നമ്മളെ ഒരു ചരണം കഴിഞ്ഞ് അടുത്ത ചരണത്തിലേക്ക് നമ്മളെ കൊണ്ടുപോകുന്നത്. അതിൻ്റെ ഒരു ജൈവ വളർച്ചയാണ്. ഈ നേരത്തെ പറഞ്ഞ ഔചിത്യപൂർണമായിട്ടുള്ള ഇമേജറികളും അതിൻ്റെ ഒരു വളർച്ചയും പറയണമെങ്കിൽ ഞാൻ എഴുതി തന്നൊരു പാട്ടാണത്. ഞാൻ എല്ലാത്തിലും പറയുന്നൊരു പാട്ടാണ് അത്. അനുഭവങ്ങൾ പാളിച്ചകളിലെ അവസാനത്തെ ഒരു പാട്ടാണ്. അനുഭവങ്ങൾ പാളിച്ചകളിൽ നിങ്ങളറിയാം, സത്യനാണ്, അയാളെ തൂക്കിക്കൊല്ലാൻ പോവാണ്. ഒരു വലിയ കമ്മ്യൂണിസ്റ്റുകാരൻ അയാളെ തൂക്കിക്കൊല്ലാൻ പോകുന്ന പാട്ടാണ്. ആ തൂക്കിക്കൊല്ലാനായിട്ട് അന്നത്തെ വെളുപ്പിന് തൂക്കിക്കൊല്ലും. ആ രാത്രി പാടുന്ന പാട്ടാണ്. വരികളുണ്ടല്ലേ. അപ്പോൾ എന്താണ് അഗ്നിപർവ്വതം പുകഞ്ഞു, ഭൂചക്രവാളങ്ങൾ ചുവന്നു എന്ന് പറയുന്ന പാട്ട്. ഈ പാട്ട് നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ എന്ന് എനിക്ക് അറിഞ്ഞുകൂടാ. അതിനകത്ത് ഈ പറഞ്ഞ പോലെ ഇടതുപക്ഷ പ്രസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ കമ്മ്യൂണിസത്തിൻ്റെയൊക്കെ ഒരു വീര്യമുണ്ട്. അതായത് ഒരു രക്തസാക്ഷിയാകാൻ പോകുന്ന ഒരു വിപ്ലവകാരി അല്ലെങ്കിൽ അത്രയും ആവേശമുള്ള ഒരാളെ നിനക്ക് കൊല്ലാൻ സാധിക്കും, പക്ഷെ പരാജയപ്പെടുത്താൻ സാധിക്കുകയില്ല. അതിപ്പോൾ അമേരിക്കയിൽ ഡൊണാൾഡ് ട്രംപ് ഇപ്പോൾ മനസ്സിലാക്കിയല്ലോ, ഇറാൻകാരെ കൊല്ലാൻ സാധിക്കും, പക്ഷേ ഇറാനെ തോൽപ്പിക്കാൻ സാധിക്കുകയില്ല.
എന്ന് പറയുന്നത് പോലെ ഇറാനെ തോൽപ്പിക്കാൻ സാധിച്ചില്ലല്ലോ, തോൽപ്പിക്കാൻ സാധിച്ചില്ല. വിയറ്റ്നാംകാരുമായിട്ട് യുദ്ധം ചെയ്തു, പക്ഷെ തോൽപ്പിക്കാൻ സാധിച്ചില്ല. എന്ന് പറയുന്നത് പോലെ ഒരു വിപ്ലവകാരിയെ നിനക്ക് കൊല്ലാൻ സാധിക്കും, പക്ഷെ പരാജയപ്പെടുത്താൻ സാധ്യമല്ല. അതാണ് ഈ അഗ്നിപർവ്വതം പുകഞ്ഞു എന്നുള്ള പാട്ടിൻ്റെ പ്രത്യേകത. നമ്മൾ ആ വരികളിലേക്കൊന്ന് കടന്നാൽ, അഗ്നിപർവ്വതം പുകഞ്ഞു, ആ സെറ്റിംഗ് ആണല്ലോ, സെറ്റിങ്ങും കൂടെ ആലോചിക്കണം. ഇയാൾ നിരപരാധിയായിരിക്കാം, ഇയാളെ കൊല്ലുന്നത് സമൂഹത്തിന് ഇഷ്ടമല്ലായിരിക്കാം, പക്ഷേ നിയമപീഠം ഇയാളെ കൊല്ലുകയാണ്. അഗ്നിപർവ്വതം പുകഞ്ഞു, ഭൂചക്രവാളങ്ങൾ ചുവന്നു, മൃത്യുവിൻ്റെ ഗുഹയിൽ ഒരു രക്തപുഷ്പം വിരിഞ്ഞു, വിടർന്നു. അതാണ് സീൻ അങ്ങോട്ട് എസ്റ്റാബ്ലിഷ് ചെയ്തു. പശ്ചാത്തലമൊക്കെ അഗ്നിപർവ്വതം പുകയുന്നു, ഭൂചക്രവാളങ്ങളൊക്കെ ചുവക്കുന്നു, ഇവിടെ മൃത്യുവിൻ്റെ ഗുഹയിൽ ഒരു രക്തപുഷ്പം വിടർന്നു. ഇനി മരണമാണല്ലോ വിഷയം. അന്ന് രാത്രി മരണം നടക്കും. അപ്പോൾ മരണത്തെ വിളിക്കുകയാണ്. ഡെത്ത് ബി നോട്ട് പ്രൗഡ് എന്നൊക്കെ ജോൺ ഡണ്ണിൻ്റെ പഴയ കവിത നമ്മൾ പഠിച്ചിട്ടുണ്ടല്ലോ. മരണം നീ അഹങ്കരിക്കണ്ട, ഡെത്ത് ബി നോട്ട് പ്രൗഡ് എന്ന് പറയുന്ന ടോണാണ്. കഴുക മരണത്തെ വിളിക്കുകയാണ്. ഹേ കഴുക, കറുത്ത ചിറകുമായി താണു പറന്നീ കനലിനെ കൂട്ടിൽ നിന്ന് എടുത്തുകൊള്ളൂ. എനിക്കറിയാം നീ വരും, എടുക്കും. നിന്നെ നിരോധിക്കാനും ഞങ്ങൾ വിചാരിച്ചാൽ സാധിക്കില്ല. കഴുക, ഹേ കഴുക, കറുത്ത ചിറകുമായി താണു പറന്നീ കനലിനെ കൂട്ടിൽ നിന്ന് എടുത്തുകൊള്ളൂ. അപ്പം നിൻ്റെ വിചാരം നീ ജയിച്ചു എന്നാണല്ലേ? അല്ല, നീ എടുത്തോണ്ട് പോക്കോ. പക്ഷേ നാളത്തെ പ്രഭാതത്തിൽ ഈ കനൽ ഊതി ഊതി കാലം ഒരു കത്തുന്ന പന്തമാക്കും. നീ കനലിനെയാണ് എടുത്തത് കേട്ടോ, അതിനെ പന്തമാക്കി മാറ്റും കാലം എന്ന് പറയുന്ന ഒരു ഒഡാസിറ്റി ഉണ്ടല്ലോ, അതാണ്. അടുത്തതോ, ഗരുഡ, ഹേ ഗരുഡ, ചുവന്ന ചിറകുമായി താണു പറന്നീ പവിഴത്തെ കൂട്ടിൽ നിന്ന് എടുത്തുകൊള്ളൂ. നാളത്തെ നിശീഥത്തിൽ ഈ മുത്ത് രാഗി രാഗി കാലം ഒരു നക്ഷത്ര ജ്വാലയാക്കും. നീ എന്നാ ചെയ്യും? കോട്ടയംകാരുടെ ഭാഷയെ പറഞ്ഞ നീ ഇതെടുത്തോണ്ട് പക്ഷേ കാലം ഇതിനെ നക്ഷത്ര ജ്വാലയും പന്തവുമാക്കി മാറ്റും. നീ എന്ത് ചെയ്യും എന്ന് ഞാനൊന്ന് കാണട്ടെ എന്ന് കാലത്തിനെയും മൃത്യുവിനെയും വെല്ലുവിളിക്കുന്ന ഒരു ടോൺ. അതൊരു വിപ്ലവകാരിയുടെ മരണത്തിന് ഇതിനേക്കാൾ ഉചിതമായിട്ടുള്ളൊരു ടോൺ കൊടുക്കാനുണ്ട് ഈ പാട്ടിന്. ഇത്തരത്തിലുള്ള അതിസൂക്ഷ്മമായിട്ടുള്ള ട്രീറ്റ്മെൻറ്റുകളാണ് ഈ വയലാറിൻ്റെ പാട്ടുകളെ ഒരു വലിയ ഗാനശാഖയുടെ വലിയ ഉത്തമ ഉദാഹരണങ്ങളാക്കി മാറ്റുന്നത്. ഈ പാട്ട് വാസ്തവം നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഈ മരണം കൊണ്ടൊന്നും സംഭവിക്കുന്നില്ല. യു ക്യാൻ കിൽ മീ ബട്ട് യു ക്യാൻ നോട്ട് ഡിഫീറ്റ് മീ എന്ന് പറയുന്ന ആശയത്തിൻ്റെ ഏറ്റവും ഉജ്ജ്വലമായിട്ടുള്ള ആവിഷ്കാരമാണ് ഈ ഗാനം എന്ന് ഞാൻ പറയും. ഇനി 2-3 ഗാനങ്ങൾ പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. കാരണം ഇങ്ങനെ പറഞ്ഞു പോയാലും മണി 2:20 10 ഈ പ്രാസഭംഗി ഒക്കെ പറ്റി പറയുമ്പോൾ ഈ മാനത്ത് കണ്ണികൾ എന്നൊരു മീനുണ്ടല്ലോ, നമ്മളധികം കണ്ടിട്ടൊന്നും ഇല്ലായിരിക്കും. പക്ഷേ ഒരു കവി ഉപയോഗിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വാക്കല്ല മാനത്ത് കണ്ണികൾ. കാരണം അടുത്ത വാക്ക് എന്തോ എഴുതും. നമ്മൾ മാനത്ത് കണ്ണികൾ വെച്ചൊരു പാട്ട് എഴുതാൻ പറഞ്ഞാൽ നമ്മളെ കൊണ്ട് നിങ്ങൾ വേറെ ആരെങ്കിലും കൊണ്ട് എഴുതിച്ചു എന്ന് പറയാനും നമുക്ക് സാധിക്കും. പക്ഷേ വയലാറിനോട് ആരും പറഞ്ഞിട്ടല്ല. ആ പാട്ട് ശ്രദ്ധിക്കേണ്ടത് എന്താണെന്ന് വെച്ചാൽ അതിൻ്റെ പ്രാസഭംഗിയാണ്. നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെങ്കിൽ ജയചന്ദ്രൻ പാടിയ പാട്ടാണ്, മാധവിക്കുട്ടി എന്നുള്ള സിനിമയിലാണ്. മാനത്ത് കണ്ണികൾ അതിൻ്റെ പ്രാസം, അന്ത്യപ്രാസവും ആദ്യപ്രാസവും ഒക്കെ ശ്രദ്ധിക്കണം. മാനത്ത് കണ്ണികൾ മയങ്ങും കയങ്ങൾ, മനോരമേ നിൻ നയനങ്ങൾ, തീർന്നില്ല, അവയിൽ മുഖം നോക്കും എൻ്റെ വികാരങ്ങൾ ആവേശഭരിതങ്ങൾ. ഈ പാട്ടിപ്പോൾ നമ്മൾ വായിക്കുകയാണ്. എന്നാൽ ഈ പാട്ട് പിറക്കുന്നതിന് മുമ്പ് ഇങ്ങനെ ഒരു പാട്ടില്ലല്ലോ. ഈ പാട്ട് പിറക്കുന്ന പ്രക്രിയയിൽ മാനത്ത് കണ്ണികൾ മാത്രം വന്നു. മാനത്ത് കണ്ണികൾ മയങ്ങും കയങ്ങൾ, എന്ത് മനോരമേ നിൻ നയനങ്ങൾ, നിൻ്റെ നയനങ്ങളാണ് ഈ മാനത്ത് കണ്ണികൾ മയങ്ങുന്ന കയങ്ങൾ. അവയിൽ മുഖം നോക്കൂ, എൻ്റെ വികാരങ്ങളുടെ സ്ഥിതി എന്താണ്? ആവേശഭരിതങ്ങൾ. അപ്പോൾ പ്രാസങ്ങൾ എല്ലാ ഇങ്ങൾ വെച്ചുള്ള പ്രാസം വരെ ഒപ്പിച്ചിരിക്കുകയാണ് ഈ പല്ലവിയിൽ. ഇനി എന്താണ് ഇതൊക്കെ കഴിഞ്ഞിട്ട് ഈ മനോരമയോട് എന്താ പറയുന്നത്? അവിടെയാണ് രസം. ഇത് വളരെ വ്യത്യസ്തമായിട്ടുള്ള രചനയാണ്. പ്രണയോപനിഷത്തിലെ കയ്യക്ഷരങ്ങൾ എന്താണ് പറയുന്നത്? ഉപനിഷത്തിനെ പറ്റിയല്ല. നിൻ്റെ നുണക്കുഴി പൂ മൂടും കുറുനിരകൾ, നിൻ്റെ നുണക്കുഴി മൂടുന്ന കുറുനിരകൾ അങ്ങനെ കിടക്കുന്ന എന്താണ്? ഈ കുറുനിരകളല്ല ഇത്, പിന്നെയോ പ്രണയോപനിഷത്തിലെ കയ്യക്ഷരങ്ങളാണ്. ഭാവന പോകുന്ന പോക്ക് നോക്കണമെങ്കിൽ പ്രണയോപനിഷത്തിലെ കയ്യക്ഷരങ്ങളാണ് നിൻ്റെ ഈ നുണക്കുഴി പൂ മൂടും കുറുനിരകൾ. കാറ്റ് വന്നവയുടെ രചനാഭംഗികൾ മാറ്റുവാൻ നീ എന്തിനനുവദിച്ചു? കാറ്റ് വന്നിങ്ങനെ അളകങ്ങൾ ഇളക്കുകയാണ്. അത് ഇഷ്ടപ്പെട്ടില്ല കാമുകന് കേട്ടോ. ഹൈലി പൊസസീവാണ്. കാറ്റ് വന്നവയുടെ രചനാഭംഗികൾ, എന്തിൻ്റെ രചന? ഈ കയ്യക്ഷരങ്ങളുടെ രചന. പ്രണയോപനിഷത്താണല്ലോ. കാറ്റ് വന്ന് അവയുടെ രചനാഭംഗികൾ മാറ്റുവാൻ നീ എന്തിനനുവദിച്ചു? കാറ്റിനെ എനിക്ക് ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. കാറ്റിനെ ഞാൻ ശപിച്ചു.
ഞാൻ ശപിച്ചു കാറ്റിന്. എൻ്റെ പെൺകുട്ടിയുടെ അളകങ്ങൾ ഇളക്കാൻ നിനക്ക് എന്താ അവകാശം? കാറ്റിനെ ഞാൻ ശപിച്ചു. എന്നാൽ നീ സർവം സഹയാണല്ലോ, നീ എന്ത് ചെയ്തു? അത് നിൻ്റെ കാമുക ഹൃദയത്തിൽ ഒളിച്ചു. ഞാൻ ശപിച്ചെങ്കിലും ഈ കാറ്റ് വന്ന് കയറിയത് നിൻ്റെ കാമുക ഹൃദയത്തിലാണ് കേട്ടോ. നീ വളരെ ടോളറൻ്റാണ്. അങ്ങനെ കൂടെ പറയുന്നുണ്ട്. ഇതിനകത്ത് ഒരു പുരുഷൻ്റെ ഇൻടോളറൻസും സ്ത്രീയുടെ ടോളറൻസും കൂടി ഇതിനകത്തുണ്ട്. ഞാൻ ശപിച്ച കാറ്റ് വന്ന് ഒളിച്ചത് നിൻ്റെ കാമുക ഹൃദയത്തിലാണ് കേട്ടോ. നിനക്ക് ഭയമില്ല. നീ ഓൾ അബ്സോർബിങ്, സർവം സഹയായ ഭൂമി കൂടിയാണത്. സർവം സഹയായ ഭൂമി കൂടിയാണ് സ്ത്രീ എന്നുള്ള അർത്ഥം. അടുത്തതോ, പിന്നെ പ്രിയചുംബനത്തിൻ്റെ ചിത്രം പതിഞ്ഞതിൻ മൃദുമന്ദഹാസത്തിൻ തിരുമധുരമാണ്. എന്ത്? നിൻ്റെ മൃദുമന്ദഹാസം എന്ന് പറയുന്ന തിരുമധുരം 1000 ചൊടികളാൽ മുഖരാൻ എന്തിനീ ആതിരചന്ദ്രനെ അനുവദിച്ചു. നീ ചന്ദ്രനെ നോക്കി ചിരിച്ചു. അപ്പോൾ ചന്ദ്രനെ നിൻ്റെ ഈ തിരുമധുരം നുകർന്നുകൊണ്ടിരിക്കുകയാണ്. എന്തിൻ്റെ തിരുമധുരം? നിൻ്റെ മന്ദഹാസത്തിൻ്റെ തിരുമധുരം ഈ 1000 ചൊടികളാൽ മുഖരാൻ എന്തിനീ ആതിരചന്ദ്രനെ അനുവദിച്ചു. ചന്ദ്രനെ ഞാൻ ശപിച്ചു, എനിക്കിഷ്ടമല്ല. കാരണം അവൻ ചെയ്തത് എന്താണ്? 1000 ചൊടികളാൽ നുകർന്നുവല്ലോ. ചന്ദ്രനെ ഞാൻ ശപിച്ചു. ചന്ദ്രൻ എന്ത് ചെയ്തു? അവൻ നിൻ്റെ ചെമ്പക മുഖശ്രീയിൽ ഒളിച്ചു. അതിൻ്റെ മുഖശ്രീക്ക് അങ്ങനെയുണ്ട് കേട്ടോ. ചന്ദ്രൻ വന്ന് ഒളിച്ചിരുന്നു കൊണ്ടുപോയി. അപ്പോൾ ഈ എക്സാജറേഷൻ ആണെങ്കിലും ഒരു ക്ലാസിക്കൽ സമീപനത്തോടു കൂടിയുള്ള ഗാനരചന, നമ്മളെ അമ്പരപ്പിക്കുന്ന തരത്തിലുള്ള രചനാ കൗശലം. ഞാൻ കൂടുതലൊന്നും പറയുന്നില്ല. ഇനി 2-3 കാര്യങ്ങൾ പറയാനുള്ളത് ഇദ്ദേഹത്തിൻ്റെ ബിംബകൽപ്പനകളാണ്. ബിംബകൽപ്പനകളെന്ന് പറയുമ്പോൾ ഒരുപാട് പറയാനുണ്ടെങ്കിലും നമ്മൾ വളരെ പെട്ടെന്ന് പറഞ്ഞു പോകുന്നത് കൊണ്ട് ശ്രദ്ധിക്കാത്ത ചില ബിംബങ്ങളുണ്ട്. വളരെ പോപ്പുലർ പാട്ടുകളാണ്. എന്താണ്? പാരിജാതം തിരുമിഴി തുറന്നു, പവിഴമുന്തിരി പൂത്തു വിടർന്നു, നീലോൽപ്പലമിഴി നീ മാത്രം എന്തിനുറങ്ങി. അവിടെ ഒരു കോൺട്രാസ്റ്റാണ്. എല്ലാവരും ഉണർന്നു. രാത്രിയാണ് കേട്ടോ. എല്ലാവരും ഉറങ്ങുന്ന സമയമാണെങ്കിൽ ഇവിടെ ഉണരുന്നവരെയാണ് പിടിച്ചിരിക്കുന്നത്. പാരിജാതം തിരുമിഴി തുറന്നു, പവിഴമുന്തിരി പൂത്തു വിടർന്നു, നീലോൽപ്പലമിഴി നീ മാത്രം എന്തിനുറങ്ങി. അടുത്തൊരു ഇമേജറിയാണ് ഞാൻ പറയുന്നത്. മൂടൽ മഞ്ഞ് മുലക്കച്ച കെട്ടിയ മുത്തണിക്കുന്നിൻ താഴ്വര. അതിനകത്തുള്ളൊരു പിക്ചറുണ്ട്. ഈ മഞ്ഞ് വീണ് കിടക്കുന്ന താഴ്വര എന്നല്ല പറഞ്ഞത്. അതിനകത്തുള്ളൊരു കാവ്യകൽപ്പനയുടെ കൗശലം നിങ്ങൾ ഓർക്കണം. അതിൻ്റെ സന്ദർഭവും ഓർക്കണം. മൂടൽ മഞ്ഞ് മുലക്കച്ച കെട്ടിയ മുത്തണിക്കുന്നിൻ്റെ താഴ്വര, അവിടെയാണ് കാവ്യഭാവന കിടക്കുന്നത്. അല്ലാതെ മൂടൽ മഞ്ഞ് നിറഞ്ഞൊഴുകുന്ന താഴ്വര എന്നെഴുതിയാൽ അതിനകത്ത് കവിതയില്ല. മൂടൽ മഞ്ഞിനെ കൊണ്ട് മുലക്കച്ച കെട്ടിക്കുമ്പോഴേ അതിൽ സൗന്ദര്യമുണ്ട്. അതുപോലെ തന്നെ നദിയിലെ പാട്ടിൽ വരുമ്പോഴോ, പൊന്നരഞ്ഞാണം ഭൂമിക്ക് ചാർത്തിയ പുഴയുടെ ഏകാന്ത പുളിനത്തിൽ. ഇത് ഈ പാട്ടിൽ വരുന്നതുകൊണ്ട് നമുക്കിതിനകത്തുള്ളൊരു കാവ്യഭംഗി നമ്മൾ പലപ്പോഴും, പ്രത്യേകിച്ച് നിങ്ങൾ പാട്ടുകാരെ പറ്റി എനിക്ക് വലിയ പരാതിയാണ്. കാരണം ഈ ഇമേജറിയുടെ ഭംഗി കുറേ എവിടെയാണ്, എവിടെ പാ എവിടെ എന്ന് മാത്രമേ നോക്കുകയുള്ളൂ. സ്വരസ്ഥാനങ്ങളോ ട്യൂൺ ഒപ്പിച്ചോ എന്നുള്ളതല്ലാതെ ആ പൊന്നരഞ്ഞാണം ഭൂമിക്ക് ചാർത്തിയ പുഴയുടെ ഏകാന്ത പുളിനം എന്നുള്ള പ്രയോഗം, ആ പൊന്നരഞ്ഞാണമാണ് ചാർത്തിയിരിക്കുന്നത് കേട്ടോ. അതിൻ്റെ ഒരു ഭംഗി കൂടി ആസ്വദിച്ച് കഴിഞ്ഞാലുണ്ടല്ലോ, നിങ്ങളുടെ പാട്ടിനകത്ത് ഭാവത്തിൻ്റെ തുടിപ്പ്, ഹൃദയത്തുടിപ്പ് അറിയാം. അതുകൊണ്ടാണ് യേശുദാസ് പാടുമ്പോൾ എഴുന്നേൽക്കൂ സഖി എഴുന്നേൽക്കൂ എന്ന് പറഞ്ഞാൽ അവൾ ഉറക്കം കഴിഞ്ഞ് എണീക്കുന്നതെന്ന് വെച്ചാൽ അത് ഭാവം ശരിക്കും മനസ്സിലാണ്. ആ പാട്ടിലേക്ക് തിരിച്ചു വന്നാൽ ആ പാട്ടിൽ വളരെ സിമ്പിൾ റിക്വസ്റ്റാണ്. റിക്വസ്റ്റ് വളരെ സിമ്പിളാണ്. എന്താണ്? പൊന്നരഞ്ഞാണം അല്ല, ഇതാണ് ഭൂമിക്ക് മുലക്കച്ച കെട്ടിയ എന്താണ്? എഴുന്നേൽക്കൂ സഖി എഴുന്നേൽക്കൂ, ഏകാന്ത ജാലകം തുറക്കൂ. പിന്നെ പറയുന്നുണ്ട്, ഞാൻ ആ പാട്ടിലേക്ക് ഈ പൊന്നരഞ്ഞാണത്തിലായിപ്പോയി. പാരിജാതം തിരുമിഴി തുറന്നു, പവിഴമുന്തിരി പൂത്തു വിടർന്നു. അടുത്ത വരി ഇങ്ങനെ പറയുന്നത്, നിന്റെ സ്വപ്ന മദാലസ നിദ്രയിൽ മറന്നുപോയി, നിന്നെ ഉണർത്തും ഗാനവുമായി വിശ്വമോഹിനി നിൽപ്പൂ ഞാനീ വികാര സരസിനുണ്ട്. നീ ആകെ ചെയ്യേണ്ടത് എന്താണ്? എഴുന്നേൽക്കൂ സഖി എഴുന്നേറ്റ് മാത്രം പോരാ, എഴുന്നേറ്റ് പോയി മോഹം കഴിവിട്ട് വന്നാൽ പോരാ, ഏകാന്ത ജാലകം തുറക്കുക കൂടെ വേണം. വളരെ സിമ്പിളാണ്. ഞാനിരുന്ന് ഇത്തിരി അപഹരിച്ചിട്ടുണ്ട് കേട്ടോ, അതും പറയണമല്ലോ. ഞാൻ 1986 85-86 എഴുതിയ ആർദ്ര ഗീതങ്ങൾ ഒരു ആൽബം സോങ്ങുണ്ട്. അതിനകത്ത് ഞാൻ മനഃപൂർവ്വം അപഹരിച്ചതല്ലെങ്കിലും സ്വാധീനിക്കപ്പെട്ടു എന്ന് പറയുന്നതായിരിക്കും ശരി. ചില്ലിട്ട വാതിലിൽ വന്നു നിൽക്കാമോ, മെല്ലെ തുറന്നു തരാമോ. എനിക്ക് തോന്നുന്നു അത് ഈ ഏകാന്ത ജാലകം തുറക്കൂ എന്ന ഒരു വിളി അതിനകത്ത് ഞാൻ കേട്ടോ എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ
ഇനി കൊച്ചു കാര്യമാണ് പറയുന്നതെങ്കിലും റിക്വസ്റ്റ് വളരെ ചെറുതാണ്, പക്ഷേ അതിൻ്റെ സെറ്റിങ്സാണ് വളരെ വലുത്. വളരെ പ്രസിദ്ധമായിട്ടുള്ള പാട്ട്, ചക്രവർത്തിനി നിനക്കു ഞാനെൻ്റെ ശില്പഗോപുരം തുറന്നു, പുഷ്പപാതകം പുറത്തു വയ്ക്കുകി നഗ്നപാതയായി അകത്ത് വരും. നമ്മൾ ഈ പാട്ടിലൂടെ ഇങ്ങനെ പോകുമ്പോൾ എവിടേക്കാണ് ഈ പാട്ട് പോകുന്നത്? വർണ്ണനകളാണ്. പിന്നെ ശാരദയെന്തു കല ചുറ്റിലും പാരിജാത മലർ തൂകും, പിന്നെ പലതുകൊണ്ടല്ലോ, രുദ്രവീണകൾ പാടും, രത്നകമ്പളം നീർക്കും, പിന്നെ ശാലഭഞ്ചികൾ കൈകളിൽ പ്രണയദാഹമോടെ നടമാടും, ഒക്കെ ഉണ്ട്. ഇതൊക്കെ എന്തിനാണെന്നുള്ളതാണ്. അവസാനം പറയും എന്താണ് ഇതൊക്കെ, എന്തിനാണ്? സെറ്റിങ്ങാണ്. അതായത് നിന്നെ വശീകരിക്കാനുള്ള എൻ്റെ വേലകളാണ് ഇതെല്ലാം, കേട്ടോ. എന്തിനാണ്? മച്ചകങ്ങളിലെ മഞ്ജുശയിൽ ലജ്ജ കൊണ്ട് ഞാൻ മൂടും. അതിലേക്ക് എത്താനുള്ള വേലകളാണ് ഇതെല്ലാം. പുഷ്പപാതകം പുറത്ത് വെച്ച് നീ അകത്തോട്ട് വാ, അപ്പോഴത്തേക്ക് ഇവിടെ രുദ്രവീണകൾ താനേ പാടും, ശില്പകന്യകൾ അങ്ങനെ പിന്നെ നടന്ന കാമമോഹിനികൾ കൈകളിൽ എന്താ താലമോടെ നടമാടും. എല്ലാം അവിടെ രുദ്രവീണകളുണ്ട്, താനേ പാടുന്ന വീണകളുണ്ട്, ഇങ്ങനെ പൂക്കുന്ന മൺവിളക്കുകളുണ്ട്, പിന്നെ രത്നകമ്പളമുണ്ട്. വെളിയിലാണെങ്കിൽ ശാരദേന്ദുകല ചുറ്റിലും കനക പാരിജാതമലർ ഇതൊക്കെ കണ്ട പിന്നെ ആരെങ്കിലും പോകാതിരിക്കുമോ? മാക്സിമം കംപ്ലീറ്റ് സെറ്റപ്പാണ്, കംപ്ലീറ്റ് സെറ്റപ്പാണെന്ന് നമ്മൾ പറയില്ലേ, ആ സെറ്റപ്പാണ്. അപ്പോൾ ഈ പാട്ടുകൾ ഇങ്ങനെ അനലൈസ് ചെയ്യുമ്പോൾ മാത്രമേ വയലാറിൻ്റെ ഒരു കാവ്യ ചാതുരി, ഒരു ശില്പചാതുരി അതിനകത്തുണ്ട്. കൊച്ചു കാര്യമാണ് പറയുന്നതെങ്കിലും പറയുന്നതിന് ഇങ്ങനെ പൊലിപ്പിച്ച് ഒരു ഗാനശില്പമാക്കി മാറ്റുന്നു. പറയാനിങ്ങനെ ഒരുപാടുണ്ട്. എനിക്ക് പൂന്തരരുവിയെപ്പറ്റി പറയണമെന്നുണ്ട്, പക്ഷേ പിന്നെ ഒരു സംഗതി കൂടി പറഞ്ഞ് ഞാൻ അവസാനിക്കും. മാനത്ത് കന്നികളായി അഗ്നിപർവ്വതം പുകഞ്ഞുവായി. കാമശാസ്ത്രം എഴുതിയ മുനിയുടെ കാലത്തൂരിക നിങ്ങൾ പിന്നെ വായിച്ചോ? പിന്നെ സ്ത്രീപക്ഷത്തു നിന്ന് ഗാനരചന നടത്തിയ ഒരു കവി കൂടിയാണ് വയലാർ. വയലാറിന് സ്ത്രീ വിരുദ്ധത ആരോപിക്കുന്നത് തീരെ ശരിയല്ലെന്ന് മാത്രമല്ല, എത്രയോ പാട്ടുകളിൽ ദൈവവുമായിട്ടുള്ള ബന്ധത്തിലൊക്കെ തന്നെ സ്ത്രീയുടെ പക്ഷം പിടിക്കുന്ന ഒരു വക്കാലത്ത്, സ്ത്രീക്ക് വേണ്ടി ഒരു വക്കാലത്തെടുക്കുന്ന ഒരു വക്കീലിനെ കൂടെ നമുക്ക് ഒരുപാട് പാട്ടുകളിൽ കാണാം. ഇനി ഒരു കവിത തന്നെയുണ്ട്, ഇനിയൊരു ജന്മമുണ്ടെങ്കിൽ ഈ പിന്നെ ഭഗവാൻ സ്ത്രീയായിട്ട് ജനിക്കണം ദൈവം എന്ന് പറയുന്ന ഒരു പാട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങളിൽ സ്ത്രീപക്ഷ രചനകൾ. കാരണം അങ്ങനെ വന്നതിൽ അത്ഭുതമില്ല. കാരണം സ്വന്തം അമ്മയുമായിട്ട് ഇത്രയേറെ ഒരു വൈകാരികമായ ബന്ധവും സമർപ്പണവും ഒക്കെ പുലർത്തിയ ഒരു മകൻ കൂടിയായിരുന്നു വയലാർ. അതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കുടുംബജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പോലും അമ്മയല്ലാതെ ഒരു ദൈവമില്ല എന്ന് പിന്നീട് വന്ന പാട്ടിൽ അദ്ദേഹം എഴുതിയല്ലെങ്കിൽ പോലും അമ്മയല്ലാതെ ഒരു ദൈവമുണ്ടോ എന്നൊക്കെ പറയുന്നത് പോലെയുള്ള ഒരു അവസ്ഥ. ഒരു പാട്ട്, അമ്മേ അവിടുത്തെ മുന്നിൽ ഞാനാര് ദൈവമാര്, അതിലൊരു വരിയുണ്ടല്ലോ, അമ്മയുടെ ശൈശവ സ്വപ്നങ്ങളിൽ നമ്മൾ മൺപാവകളായിരുന്നു. നിങ്ങൾ ഓർത്ത് ആ വരിയുടെ ചാരുത ഓർമ്മിക്കണം. ഒരു കൊച്ചുകുട്ടിയായിരിക്കുമ്പോൾ 10-12 വയസ്സുള്ള ഒരു കുട്ടി, അല്ലെങ്കിൽ 8 വയസ്സോ 10 വയസ്സുള്ള ഒരു പെൺകുട്ടി മൺപാവകളെ വെച്ച് കളിക്കുന്നത് എൻ്റെ കുഞ്ഞുങ്ങളാണ് എന്ന് പറഞ്ഞ് കളിക്കുന്നതിൻ്റെ പിന്നീടുള്ള നിരീക്ഷണമാണ് അമ്മയുടെ ശൈശവ സ്വപ്നങ്ങളിൽ ഞങ്ങൾ മൺപാവകളായിരുന്നു എന്ന് പറയുമ്പോൾ അമ്മ ദൈവത്തെക്കാളും വലിയൊരു സ്ഥാനത്തേക്ക് മാറുകയാണ്. ഇനി വയലാർ ഈശ്വര വിശ്വാസിയായിരുന്നു അല്ലയോ എന്ന് മാത്രം പറഞ്ഞ് ഞാൻ അവസാനിപ്പിക്കും. കഴിഞ്ഞ കുറച്ച് വർഷത്തിന് 3-4 വർഷത്തിന് മുമ്പ് അങ്ങനെ ദേവസ്വം ബോർഡുമായിട്ട് ബന്ധമുള്ള സമയം ഏറ്റുമാനൂർ ക്ഷേത്രത്തിൽ നിന്നെ വിളിച്ചിട്ട് പറഞ്ഞു, 7 പൊന്നാന പുറത്തെഴുന്നള്ളും ഏറ്റുമാനൂരപ്പ എന്നുള്ള പാട്ട് ഇറങ്ങിയിട്ട് 50 വർഷം മറ്റേ ആയി, നമുക്കതൊന്ന് ആഘോഷിക്കണം. കാരണം ഏറ്റുമാനൂരപ്പനെ പറ്റി വേറെ അധികം ഇത്രയും പോപ്പുലറായിട്ടുള്ള പാട്ടില്ല. അങ്ങനെ ഈ പാട്ടിനെ പറ്റി എന്നോട് 1 മണിക്കൂർ സംസാരിക്കണം ഒരു പാട്ടിനെ പറ്റി. അപ്പോൾ കുറേയൊക്കെ സംസാരിച്ചു. അപ്പോൾ ഞാൻ കണ്ടുപിടിച്ച ഒരു കാര്യം, ഈ കാര്യത്തിൽ പോലും ഭക്തിഗാനങ്ങൾ എഴുതുമ്പോൾ പോലും വയലാർ അനുവർത്തിക്കുന്ന ഒരു ഔചിത്യമുണ്ട്. ശ്രീകൃഷ്ണനോട് എടുക്കുന്ന സ്വാതന്ത്ര്യം ഈ രുദ്രനായിട്ടുള്ള ഏറ്റുമാനൂരപ്പനോട് എടുക്കുന്നില്ല. തരുമോ തിലകം ചാർത്താൻ എനിക്ക് നിൻ തിരുമുടിപ്പുഴയിലെ തീർത്ഥജലം എന്ന് വളരെ മര്യാദയ്ക്ക് ചോദിക്കുന്നുള്ളൂ. എന്നാൽ മറ്റിടത്ത് അങ്ങനെയല്ല. ഗുരുവായൂരമ്പല നടയിൽ ഒരു ദിവസം ഞാൻ പോകും, ഓടക്കുഴലോട് ഞാൻ ചോദിക്കും, ഓടക്കുഴൽ ഞാൻ മേടിക്കും, പിന്നെ എല്ലാം ഞാൻ ചെയ്യും എന്ന് അങ്ങോട്ട് കയറി പറയുകയല്ല. ഒരു ധാർഷ്ട്യമുണ്ട്, ഒരു ഫ്രീഡമുണ്ട്. ശ്രീകൃഷ്ണനോട് എടുക്കുന്നൊരു ഫ്രീഡം മഹാദേവനോട് എടുക്കുന്നില്ല. അതൊരു ഔചിത്യമാണ്. ഞാൻ പറഞ്ഞു വന്നത്, ഇങ്ങനെയൊക്കെ ഒരുപാട് ഭക്തിഗാനങ്ങൾ നമുക്ക് തന്ന വയലാർ ഈശ്വര വിശ്വാസിയായിരുന്നു അല്ലയോ എന്ന് ഒരുപാട് ചിന്തകരിങ്ങനെ ആലോചിക്കുന്നുണ്ട്. എനിക്ക് തോന്നുന്നത് വയലാർ ഒരിക്കലും ഒരു നാസ്തികനായിരുന്നില്ല. ദൈവസങ്കല്പത്തിലോ ഈ പ്രപഞ്ചത്തിന് മുഴുവൻ നാഥനായിട്ടുള്ള ഒരു വലിയ ചൈതന്യത്തിലോ വിശ്വസിക്കാത്ത ഒരു നാസ്തികനായിരുന്നില്ല വയലാർ.
പക്ഷേ പിന്നെയോ ആചാരങ്ങളുടെ പേരിൽ, ആരാധനകളുടെ പേരിൽ അനേകം ദൈവങ്ങളെ സൃഷ്ടിച്ചു കൂട്ടുന്ന ഒരു വ്യവസ്ഥയെ നിശിതമായി വിമർശിക്കുന്നതിനും അദ്ദേഹത്തിൻ്റെ ആസ്തിക്യബോധം തടസ്സമായില്ല. അതുകൊണ്ടാണ് മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു എന്നാണ് മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെ സൃഷ്ടിച്ചു. എപ്പോഴും ദൈവങ്ങളെന്ന് പറയുന്ന പ്ലൂറൽ എപ്പോഴാണോ വയലാർ ഉപയോഗിക്കുന്നത് അത് നമ്മൾ ഉദ്ദേശിക്കുന്ന ദൈവത്തെക്കുറിച്ചല്ല. കാരണം ദൈവമെന്ന് പറയുന്ന ഏക സത്യത്തിന് പ്ലൂറൽ ഉണ്ടാവാൻ സാധ്യമല്ല. പ്ലൂറൽ ഉണ്ടായാൽ ഇറ്റ് ഈസ് നോട്ട് ഗോഡ്. അതാണ് മനുഷ്യൻ മതങ്ങളെ സൃഷ്ടിച്ചു, മതങ്ങൾ ദൈവങ്ങളെയും സൃഷ്ടിച്ചു. ഈ മതങ്ങളും ദൈവങ്ങളും എല്ലാവരും കൂടെ ചേർന്ന് മണ്ണ് പങ്കുവെച്ചു, മനസ്സ് പങ്കുവെച്ചു. അങ്ങനെയാണ് ഇന്ന് മനുഷ്യൻ തെരുവിൽ മരിക്കുന്നു, പിന്നെ ഓരോ ചിരിക്കുന്നു, ചെകുത്താൻ ചിരിക്കുന്നു, ആയിരം മനസ്സുകൾ ആയുധപുരകളായി എന്നൊക്കെ പറഞ്ഞ് അന്ന് 72 മറ്റോ എഴുതിയ പാട്ട് ഒരുപക്ഷെ ഇന്നായിരിക്കും ഏറ്റവും പ്രസക്തം. ക്രാന്ത ദർശനത്തോടു കൂടി എഴുതിയ പാട്ട്. അപ്പോൾ മനുഷ്യൻ സൃഷ്ടിച്ച മതങ്ങളും മതങ്ങൾ സൃഷ്ടിച്ച ദൈവങ്ങളുമല്ല വയലാറിൻ്റെ ദൈവം. പിന്നെയോ വേറൊരു പാട്ടിൽ ഉത്തരം പറയുന്നുണ്ട്. പ്രളയപയോധിയിൽ ഉറങ്ങി ഉണർന്നൊരു പ്രഭാമയൂഖമേ കാലമേ. അക്കാലമാണ് എല്ലാത്തിനും ആസ്പദമായിട്ടുള്ള, അനാദിയായിട്ടുള്ള, അന്തമില്ലാത്ത, അവസാനമില്ലാത്ത, തുടക്കമില്ലാത്ത അനശ്വരതയും അപാരതയും ഇടയും പ്രതീകമായിട്ടുള്ള കാലമാണ്. ഈ കാലത്തിൻ്റെ വലിയ ചിറ്റോളത്തിൽ ഒരു കൊച്ചു ജലബിന്ദു പോലും അല്ലാതിരിക്കുന്ന മനുഷ്യൻ, ആ മനുഷ്യൻ ഈ പ്രകൃതിയെ കാണുമ്പോഴുള്ള പുളകം, അതാണ് ആ പാട്ടിലെ പ്രളയപയോധിയിൽ ഉറങ്ങി ഉണർന്നൊരു പ്രഭാമയൂഖമേ കാലമേ. പ്രകൃതിയും ഈശ്വരനും ഞാനും നിൻ്റെ പ്രതിരൂപങ്ങളല്ലേ. അതിനകത്ത് അദ്വൈതവുമുണ്ട് കേട്ടോ. ഞാൻ നിൻ്റെ പ്രതിരൂപമല്ലേ എന്ന് ചോദിക്കുമ്പോൾ ആ മഹാചൈതന്യം എന്നിലുമുണ്ടല്ലോ എന്ന അദ്വൈത ചിന്ത കൂടി വയലാർ ആ പാട്ടിൽ നിഗൂഹനം ചെയ്തിട്ടുണ്ട്. അപ്പോൾ വയലാർ നാസ്തികനല്ല, പക്ഷേ കേവലമായിട്ടുള്ള അന്ധവിശ്വാസങ്ങളുടെയും അനാചാരങ്ങളുടെയും പിന്നാലെ പോയി ജീവിതം കളയാനും അദ്ദേഹം ഒരുക്കമല്ല. കവിതയിലൊക്കെ കൊന്തയും പൂടലും എന്നാൽ കവിതയിലൊക്കെ വളരെ നിശ്ചിതമായി ഈശ്വരൻ്റെ പേരിൽ നടക്കുന്ന കൊള്ളരുതായ്മകളെ അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. അതിൻ്റെ അർത്ഥം ജീവിതത്തിനെ മുഴുവൻ ആസ്പദമായിട്ടുള്ളൊരു മഹാചൈതന്യത്തിൽ അദ്ദേഹത്തിന് വിശ്വാസമില്ലായിരുന്നു എന്നർത്ഥമില്ല എന്നുകൂടി പറഞ്ഞുകൊണ്ട് ആ ചൈതന്യത്തിൻ്റെ ഭാഗമായി തീർന്ന നമ്മുടെ ഇഷ്ട കവിയുടെ ഓർമ്മയ്ക്ക് മുമ്പിൽ ഈ 2:30 മണി ആയതുകൊണ്ടും ഒരു അച്ചടക്കമുള്ള ഉദ്യോഗസ്ഥനായി ഞാൻ ഇപ്പോഴും ജീവിക്കുന്നത് കൊണ്ടും 2:30 മണിക്ക് അത് അവസാനിപ്പിക്കണം എന്നുള്ളത് കൊണ്ട് വയലാറിൻ്റെ സ്മൃതികൾക്ക് താൽക്കാലികമായ വിട നൽകി. ഇനി നിങ്ങൾ അദ്ദേഹത്തിൻ്റെ പാട്ട് പാടുമ്പോൾ ഇത് വെറുതെ പുതിയ ഗാനരചയിതാക്കൾ എഴുതുന്നത് പോലെ ചൂണൊപ്പിച്ച് അവിടെ ഇവിടെയും ബന്ധമില്ലാത്ത കുറേ വാക്കുകൾ പറക്കി വെച്ചിരിക്കുകയല്ല എന്നും ഇതൊരു ചെടി ഒരു വിത്തിൽ നിന്ന് എങ്ങനെയാണോ ഒരു ഇത് മുള പൊട്ടുന്നത് പോലെ ജൈവികമായിട്ടുള്ളൊരു ഏകത, ഒരു ഇൻ്റഗ്രേഷനുള്ള പാട്ടുകളാണ് ഇതെന്ന് അറിഞ്ഞുകൊണ്ട് വേണം അത് പാടാൻ. അതിലെ ഓരോ അർത്ഥവും മനസ്സിലാക്കി വേണം പാടാൻ. വളരെ എവോൾവ് ആയിട്ടുള്ള ഒരു കവിയുടെ വരികളാണിത് എന്നുള്ള അർത്ഥത്തോടു കൂടി നമ്മൾ ഉദ്ദേശിക്കാത്ത അർത്ഥതലങ്ങൾ കൊടുക്കാനും അദ്ദേഹത്തിന് പലപ്പോഴും പല പാട്ടുകളിലും സാധിച്ചിട്ടുണ്ട്. ഉജ്ജയിനിയിലെ ഗായിക എന്നൊക്കെയുള്ളൊരു പാട്ടിൽ സാധാരണ ഒരു കവിയും ചെയ്യാത്ത തരത്തിലുള്ള ഒരു പരിചരണമാണ്. അതാണ് കാളിദാസൻ്റെ കൽപ്രതിമയിൽ അദ്ദേഹത്തിൻ്റെ കഥാപാത്രങ്ങൾ വന്ന് മാലയിടുന്നതാണ് രംഗം. അതായത് കല അനശ്വരമാണ്, കലാകാരൻ മരിച്ചു പോകും, പക്ഷേ ആ കലാകാരൻ അനശ്വരനാകുന്നത് തൻ്റെ സൃഷ്ടിയിലൂടെയാണ് എന്ന് പറയുന്ന ആശയത്തെയാണ് ഉജ്ജയിനിയിലെ ഗായിക ഉർവശി എന്നൊരു വളവിക എന്നുള്ള പാട്ടിൽ പറയുന്നത്. അതുതന്നെയാണ് വയലാറിന് തൻ്റെ ഒരു കവിതയിൽ പറഞ്ഞത്. എനിക്ക് മരണമില്ല എന്ന് പറഞ്ഞതും അത് തന്നെയാണ്. എനിക്ക് മരണമില്ല എന്ന് പറഞ്ഞിട്ട് 10-12 വർഷം കൊണ്ട് അദ്ദേഹം മരിച്ചുപോയി. അതറിയാം. ഞാൻ മരിച്ചു പോയാലും എന്നെ അനശ്വരമാക്കിക്കൊണ്ട് എൻ്റെ കവിതയും ഗാനങ്ങളും ഇവിടെ ഉണ്ടാകും. കല അനശ്വരമാണ്, കലാകാരൻ ഒരു പക്ഷേ നശ്വരനായേക്കാം. ആ നശ്വരതയെ അതിജീവിക്കാനുള്ള ഉപായമാണ് കല എന്നുകൂടി വയലാറിൻ്റെ സ്മൃതി നമ്മളോട് പറയുന്നുണ്ട്. അനശ്വരനായ വയലാറിൻ്റെ മുമ്പിൽ ഒരിക്കൽ കൂടി പ്രണാമം. നിങ്ങളുടെ ഈ ജാഗ്രതയ്ക്കും ശ്രദ്ധയ്ക്കും ഒരിക്കൽ കൂടി എൻ്റെ സ്നേഹ അഭിനന്ദനങ്ങൾ. നന്ദി, നമസ്കാരം.